ഒരുക്കി വാൽപ്പാറ. മൃതദേഹങ്ങളുമായി ആംബുലൻസ് എത്തി. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 9 പേരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. പുലർച്ചെയോടെ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. 6 മണിയോടെ പൊള്ളാച്ചി ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ നാട്ടിലേക്ക് പുറപ്പെട്ടു. മലപ്പുറം പാങ് GLPS സ്കൂളിലെ അധ്യാപകരും കുടുംബാംഗങ്ങളുമാണ് മരിച്ചത്. ടെമ്പോ ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. 13-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രകൃതി ഭംഗി കൊണ്ട് ആകർഷകമാണെങ്കിലും അപകടവും നിറഞ്ഞതാണ്. 60 കിലോമീറ്ററോളം നീണ്ട ഈ പാത. 40 ഹെയർ പിൻ വളവുകളുള്ള ചുരത്തിലെ ഓരോ വളവിലും അതീവ ജാഗ്രതയോടെയല്ലാതെ വാഹനം ഓടിക്കാനാവില്ല. ലോറി, ബസ് പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു തവണ കൊണ്ട് തിരിക്കാൻ പ്രയാസമുള്ള ഒട്ടേറെ വളവുകൾ ഈ പാതയിലുണ്ട്. നിയന്ത്രണം വിട്ടാൽ അഗാധമായ താഴ്ചയിലേക്കായിരിക്കും വീഴുക. ഇതാണ് പലപ്പോഴും ആഘോഷയാത്ര മരണയാത്രയാകുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 13-ാം ഹെയർ പിൻ വളവിൽ നിയന്ത്രണം വിട്ട ടെമ്പോ 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു. ഇതിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി ധനസഹായം ലഭ്യമാക്കും. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകും. അപകടത്തിൽ മരിച്ച 9 പേരുടെയും സംസ്കാരം വിവിധയിടങ്ങളിൽ നടന്നു. അമ്പലപ്പറമ്പ് സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.